ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് തന്നെ മാധ്യമങ്ങളെ കാണേണ്ടി വരും. ഒരുപക്ഷെ അല്ലറ ചില്ലറ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ പ്രവീൺ? അതെ അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൗരവമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളും ശബ്ദ സംഭാഷണങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ ആ സമയം മുതൽ തന്നെ പാർട്ടി നേതൃത്വം, അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ഒരു അകലം പാലിച്ചിരുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക ജില്ലാ നേതാക്കൾ ആരും തന്നെ ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടുകൂടി അതിന്റെ ആഘാതം ഇരട്ടിയായിരിക്കുന്നു. അതായത് ഒരാൾ പോലും ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്തത സഹചാരികളായിട്ടുള്ള ഏതാനും ചെറുപ്പക്കാർ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒപ്പമുള്ളത്. അതിൽ ചിലർ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ കൂടിയാണ്. അപ്പോൾ അരുൺ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം അതിൽ എത്ര നേതാക്കൾക്ക് കൂടെ നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന്റെ ഭാഗമല്ലാതായിരിക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. അത് ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുതൽ തന്നെ ആ ഒറ്റപ്പെടൽ തന്നെയാണ്. 2 വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിൽ പോലും DCC നേതൃത്വമോ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമോ അതിൽ ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ആരും ഒരുപക്ഷെ എത്താനുള്ളൊരു സാധ്യത കൂടി കാണുന്നില്ല. കാരണം ഈ ഒരു സസ്പെൻഷൻ നടപടി വന്നതോടുകൂടി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം പുതിയ രാഷ്ട്രീയ ഈ ഒരു നടപടിയുടെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിൽ, അതായത് തനിക്കെതിരെ വിരൽ ചൂണ്ടിയ ആ ഒരു ശബ്ദ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയെയും അത് തന്നെയായിരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കാരണം ഇന്നലെ ട്രാൻസ് വുമൺ ആവന്തികയുടെ വിഷയത്തിൽ മാത്രം ചില ചാറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണത്തിലെ ഗർഭചിത്രം ഉൾപ്പെടെ അതിന് പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങളിലെ ആധികാരികത അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അത് താൻ തന്നെയാണോ അല്ലെങ്കിൽ അത് നിഷേധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടി കൈവിട്ടിരിക്കുന്നു. ഇനി പാർട്ടിക്കാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സംരക്ഷണവും രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടില്ല. പക്ഷേ ഇനി അറിയേണ്ടത് ഇയാൾ എങ്ങനെ നിയമസഭയിലിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാൾ എവിടെ ഇരിക്കും? ഇയാൾ കോൺഗ്രസ് MLA-മാർക്കൊപ്പം ഇരിക്കാൻ പറ്റുമോ? പാർലമെന്ററി സ്വാഭാവികമായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായാൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം സ്വാഭാവികമായിട്ടും സസ്പെൻഷനിലാവുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ അയാൾക്ക് വിപ്പിന്റെ പ്രശ്നമില്ല. അയാൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. ഇയാൾ എവിടെ ഇരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇയാൾ ഇനി ഈ നിയമസഭയിലേക്ക് വരാനേ പോകുന്നില്ലേ? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നാൽ വലിയ പ്രതിഷേധത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം LDF ഭരണകക്ഷി MLA-മാർ ശക്തമായ നിലപാടെടുക്കാനാണ് സാധ്യത. കാരണം അത്രയും ഗുരുതരമായ തെളിവുകൾ ഇതുവരെ സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധിക്കെതിരെയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അതും ഒരു യുവ MLA-ക്കെതിരെ. അതുകൊണ്ട് ആ തരത്തിലുള്ള നിലപാടായിരിക്കും വരാൻ പോകുന്ന സഭാ സമ്മേളനത്തിൽ ഇടതുപക്ഷ MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുകൊണ്ട് ഒരുപക്ഷെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനാണ് സാധ്യത. മാത്രവുമല്ല, സഭയിൽ മാങ്കൂട്ടത്തിൽ വന്നാൽ അത് UDF-നും തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്ത കാര്യം ഔദ്യോഗികമായി നിയമസഭാ സെക്രട്ടറിയെ അറിയിക്കണം. എന്നാൽ മാത്രമേ സഭാ സെക്രട്ടറി അത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു കസേര അനുവദിക്കാനുള്ള സാധ്യതയുമില്ല. ഇരിപ്പിടം അനുവദിക്കണമെങ്കിൽ തന്നെ അത് ഔദ്യോഗികമായി അറിയിക്കണം. ഇങ്ങനെ പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു എന്നത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ അതിന്റെ തുടർ നടപടികളിലേക്ക് നിയമസഭാ സ്പീക്കർ പോവുകയുള്ളൂ. ഏതായാലും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാം. പക്ഷേ ധാർമ്മികത വെച്ചുകൊണ്ട് എങ്ങനെ ആ സഭാ സമ്മേളനത്തിൽ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി, പാലക്കാട്ടെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടുന്ന ആ നിയമസഭാ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി എങ്ങനെ സഭയുടെ അകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് കടക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി ഉയരും. അവിടെ പ്രതിരോധം തീർക്കേണ്ടി വരിക UDF നേതൃത്വമായിരിക്കും. UDF വല്ലാതെ പ്രതിരോധത്തിലാണ്. കാരണം UDF-ന്റെ MLA ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ
സഭയ്ക്കകത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ MP രാജേഷ് ചോദിച്ച അതേ ചോദ്യം അവിടെ സഭയ്ക്കകത്തും ഉയരും. എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത MLA നിങ്ങൾ രാജിവെപ്പിക്കുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ഇത് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ UDF ഒരുപക്ഷെ ചില നിർദ്ദേശങ്ങൾ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് വെക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സഭാ സമ്മേളനം വളരെ കുറച്ചു ദിവസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവധിയെടുക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. ഒരു യുവനേതാവിന്റെ പതനമാണ് പ്രേക്ഷകർ കാണുന്നത്. വ്യാജ ID കാർഡ് വിവാദം മുതൽ തുടങ്ങിയതാണ് ഈ യുവനേതാവ് പാർട്ടിക്കുണ്ടാക്കിയ തലവേദന. ഒടുവിലിപ്പോ ആ പാർട്ടി തന്നെ സ്വയം തിരിച്ചറിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ശബ്ദരേഖ, റിപ്പോർട്ടർ TV പുറത്തുവിട്ട ചാറ്റുകൾ, റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയുടെ തുടർചലനങ്ങൾ, അഭിമുഖങ്ങൾ. ഒടുവിൽ പാർട്ടിക്കു തന്നെ കൈയൊഴിയേണ്ടി വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടാത്ത MLA